ഈ NCPയിലെ മന്ത്രിമാറ്റം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനത്തിലേക്ക് ഉടൻ എത്തുമോ എന്നുള്ളതാണ്. എന്തായാലും NCP മന്ത്രിമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനം ഉണ്ടായേക്കും എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് NCP തീരുമാനം. ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് തോമസ് കെ തോമസ്. വിവരങ്ങൾ അരുൺ സോളമൻ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. NCP മന്ത്രിമാറ്റം സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ പറയുകയായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചർച്ച തന്നെയാണ്. എന്തായാലും ഒരു കൂടിക്കാഴ്ചയിലൊരു തീരുമാനം, മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണോ ഇപ്പോൾ വ്യക്തമാവുന്നത്? ശ്രുതി, തുളസി, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഈ മാസം മുംബൈയിൽ നടന്ന യോഗത്തിലാണ് NCPയിൽ മന്ത്രി മാറ്റവുമായി ബന്ധപ്പെട്ട് ശരത് പവാർ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. എന്തായാലും പുതിയൊരു മന്ത്രി വരണം എന്നുള്ള ഒരു തീരുമാനം എന്തായാലും ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം AK ശശീന്ദ്രനോട് നേരിട്ട് തന്നെ ശരത് പവാർ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി പദവി മാറണമെന്നുള്ള അടക്കമുള്ള വിവരങ്ങളാണ് മുംബൈയിൽ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനമായി ആയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്. വരുന്ന 3-ാം തീയതി മുഖ്യമന്ത്രിയെ കാണാനുള്ള സമയം എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ PC ചാക്കോയും തോമസ് കെ തോമസും AK ശശീന്ദ്രൻ അടക്കമുള്ളവർ 3 പേരും മുഖ്യമന്ത്രിയെ എന്തായാലും 3-ാം തീയതി കാണാം. ഈ 3-ാം തീയതി കാണുമ്പോൾ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം എന്തായാലും മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രതികരിച്ചൊരു കാര്യമുണ്ട്. തൊഴിലുറപ്പ് ജോലിക്കാർക്ക് ഉള്ള ആ ഉറപ്പ് പോലും എന്തായാലും മന്ത്രിസ്ഥാനത്തിന് ഇല്ല എന്നുള്ള വിവരമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തായാലും മന്ത്രി പദവി എന്തായാലും മാറും. തോമസ് കെ തോമസ് അടക്കമുള്ളവർ നേരത്തെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് 2.5 വർഷം പിന്നിട്ടപ്പോൾ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമൊന്നും പാർട്ടിക്കകത്തുണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം PC ചാക്കോ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം നിന്നപ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു വലിയ ചർച്ചയുണ്ടായത്. കഴിഞ്ഞ ദിവസം അടക്കം വലിയ തരത്തിലുള്ള ഒരു പിളർപ്പിലേക്ക് പാർട്ടി പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് എന്തായാലും അനുസരിക്കേണ്ടി വരും AK ശശീന്ദ്രനെ. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം തോമസ് കെ തോമസ് അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇതിൽ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തോമസ് കെ തോമസ് പറയുന്നത് ഒരു ഘട്ടത്തിലും ഒരിക്കലും മന്ത്രി പദവി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി പദവി കിട്ടിയില്ലെങ്കിലും MLA സ്ഥാനം രാജിവെക്കില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ AK ശശീന്ദ്രൻ ഇപ്പോഴും ഒരു വിശ്വാസമുള്ളത് മുഖ്യമന്ത്രി തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഇത്തരത്തിലെ 2 പേരും മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം എന്തായാലും വ്യക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം 2ാം പിണറായി സർക്കാരിൻ്റെ ആരംഭത്തിൽ തന്നെ NCPയിൽ 2.5 വർഷം വീതം പാർട്ടി ഈ മന്ത്രി പദവി മാറണമെന്നുള്ളൊരു തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാർട്ടി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശശീന്ദ്രന് സംസ്ഥാനത്തിൽ കൊല്ലം, മലപ്പുറം, കോഴിക്കോട് അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളുടെ പിന്തുണ മാത്രമാണ് ശശീന്ദ്രനുള്ളത്. ഇതിൽ വയനാട്, കാസർഗോഡ്, എറണാകുളം, കോട്ടയം അടക്കമുള്ള ജില്ലാ കമ്മിറ്റികൾക്ക് ഈ വിഷയത്തിൽ എന്തായാലും വ്യക്തമായിട്ടുള്ള നിലപാടില്ല. പക്ഷേ അപ്പോഴും NCPക്ക് എന്തായാലും ഒരു മന്ത്രി പദവി വേണം. ആ പദവി എന്തായാലും നഷ്ടപ്പെടുത്തരുത്. ഇത്തരത്തിൽ പരസ്പരം അടികൂടുമ്പോഴും ആ പദവി നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് ഈ ജില്ലാ കമ്മിറ്റികൾ വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തുള്ളത്. ഇത്തരത്തിൽ അപ്പോഴും സംസ്ഥാനത്തെ 7 ജില്ലാ കമ്മിറ്റികൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം തോമസ് കെ തോമസിനുണ്ട്. എന്തായാലും വരുന്ന ദിവസം 3-ാം തീയതി എന്തായാലും ഈ വരുന്ന ദിവസങ്ങൾ എന്തായാലും ഏറെ നിർണായകമായിരിക്കും. വരുന്ന 3-ാം തീയതി മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടായിരിക്കും ഈ വിഷയത്തിൽ അന്തിമമായിരിക്കുക എന്നുള്ളതാണ് ശ്രുതി, തുളസി. വ്യക്തമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.